കേരളത്തിലെ ഏറ്റവും മനോഹരമായ കായൽ പ്രദേശങ്ങളിലൊന്നാണ് വേമ്പനാട്. ഈ കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുമരകം എന്ന ശാന്തസുന്ദരമായ കൊച്ചു ഗ്രാമം കേരളത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള കുട്ടനാടൻ പ്രദേശത്തിൻ്റെ ഭാഗമാണ് കുമരകം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാടിൻ്റെ സവിശേഷത അത് സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. കുട്ടനാട്ടിലേക്ക് സമുദ്രജലം കയറി നിറയാതെ സംരക്ഷിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ബണ്ടുകളാണ്. 150 വർഷം മുൻപ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത്, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അന്ന് നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറിൽ എത്തിയ ഹെൻറി ബേക്കർ എന്ന യുവ ഇംഗ്ലീഷുകാരൻ വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുമരകത്തിൻ്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായി. ഇവിടെ നെൽകൃഷി ചെയ്യുന്നതിനായി തിരുവിതാംകൂർ ഭരണാധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങി. മൺചിറകൾ നിർമ്മിച്ച് വേമ്പനാട്ട് കായലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നെൽകൃഷിക്ക് കളമൊരുക്കി. നെൽകൃഷിയിൽ നേടിയ വിജയം പിൽക്കാലത്ത് തൻ്റെ കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടുതൽ മൺചിറകൾ പണിതുയർത്തി റബ്ബർ കൃഷി ആരംഭിക്കുവാൻ ബേക്കർക്ക് പ്രേരകമായി. കുമരകത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും ബേക്കർ തൽപരനായിരുന്നു. തൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ കായൽ തീരത്തുള്ള വരമ്പുകൾ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം കണ്ടൽ ചെടികൾ നട്ടുവളർത്തി. അവയുടെ നീണ്ട വേരുകൾ കൃഷിയിടത്തിൻ്റെ അതിർവരമ്പുകൾക്ക് തുണയായി. റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് 14 ഏക്കറോളം സ്ഥലം അദ്ദേഹം പക്ഷികൾക്കായി ഒഴിച്ചിട്ടു. ഇത് ക്രമേണ ഒരു പക്ഷി സങ്കേതമായി മാറി. പിൽക്കാലത്ത് കുട്ടനാട്ടിലെ കൃഷികളെ തളർത്തുന്ന കീടബാധയ്ക്കെതിരായ ഒരു ഫലപ്രദമായ ജൈവ ഇടപെടലായി ഇത് മാറി. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ 70കളുടെ അവസാനത്തോടെ ബേക്കറുടെ അനന്തരാവകാശികൾ കുമരകത്തെ തങ്ങളുടെ ഭൂമി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറി. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലുള്ള കുമരകത്തിൻ്റെ വളർച്ചയുടെ കഥ ഇവിടെ ആരംഭിക്കുന്നു. 3 പതിറ്റാണ്ടിനുള്ളിൽ കുമരകം ലോകപ്രശസ്തമായ കായലോര വിനോദസഞ്ചാര കേന്ദ്രം എന്ന പദവി നേടിയെടുത്തു. പ്രകൃതിരമണീയമായ കുമരകത്തിൻ്റെ ഉൾപ്രദേശങ്ങൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചു. ഗതാഗതത്തിനും ചരക്ക് കൈമാറ്റത്തിനും പരമ്പരാഗതമായി ഉപയോഗിച്ചു പോന്നിരുന്ന കെട്ടുവള്ളങ്ങൾ ഹൗസ് ബോട്ടുകളായി രൂപാന്തരപ്പെട്ടു. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അസുലഭവും അനിർവചനീയവുമായ യാത്രാനുഭവങ്ങൾ പങ്കുവച്ച് അവ കായൽ പരപ്പിലൂടെ ഒഴുകി നടന്നു തുടങ്ങി. കുമരകത്തിൻ്റെ വികസനത്തിലെ അടുത്ത നാഴികക്കല്ലായിരുന്നു ഉത്തരവാദിത്ത ടൂറിസം. കുമരകത്ത് ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2008-ലാണ്. വിനോദസഞ്ചാര വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ കുമരകത്തെ സാധാരണ മനുഷ്യരിൽ എത്തിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മുടെ പരമ്പരാഗത സങ്കല്പങ്ങളെ ഉടച്ചു വാർത്ത് പുതിയ ചില ആശയങ്ങളും സങ്കല്പങ്ങളുമെല്ലാം ടൂറിസം രംഗത്ത് കൊണ്ടുവരുന്ന വളരെ പ്രയാസകരമായ ഒരു പ്രക്രിയയുടെ ആദ്യപടിയാണ് ഉത്തരവാദിത്ത ടൂറിസം. ഇതുവഴി പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുമരകത്ത് ധാരാളം ടൂറിസ്റ്റ് റിസോർട്ടുകൾ വരുന്നു. ഈ ടൂറിസ്റ്റ് റിസോർട്ടിൽ ഓരോ ദിവസവും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, ധാരാളം പച്ചക്കറി വാങ്ങുന്നു, ധാരാളം മാംസം ആവശ്യമായിട്ട് വരുന്നു. ഇതിന്ന് വാങ്ങുന്നത് കുമരകത്ത് നിന്നായിരിക്കുകയില്ല, വേറെ സ്ഥലത്ത് നിന്നായിരിക്കും. അത് കുമരകത്ത് തന്നെ അത് വാങ്ങാൻ കഴിഞ്ഞാൽ കുറേ പേർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഹോട്ടലിൽ ആവശ്യമായി വരുന്ന മുട്ട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഇതെല്ലാം തദ്ദേശവാസികളായ ജനങ്ങളിൽ തന്നെ വാങ്ങാൻ കഴിഞ്ഞാൽ അത് തദ്ദേശവാസികളായ ജനങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് മാറും.
ഒരു കാലത്ത് ടൂറിസം എന്ന് പറയുന്നത് മധ്യവർഗത്തിനും ധനികവർഗത്തിനുമുള്ള ഒരു വിനോദ പരിപാടിയായിട്ടാണ് കണക്കാക്കി വന്നതെങ്കിൽ ഇന്നത് മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഒരു പദ്ധതിയായി ടൂറിസത്തെ വികസിപ്പിക്കുകയാണ്. കുമരകത്തിന്റെ പരിസ്ഥിതിക്ക് കോട്ടം വരുത്താത്തതും അവിടുത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്തതുമായ ഒരു വികസന മാതൃകയാണ് ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ ലക്ഷ്യമാക്കിയത്. ഈ പ്രവർത്തനങ്ങളിലൂടെ കുമരകത്തെത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് അവിടുത്തെ പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കുക, അങ്ങനെ പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ നല്ല വിലയ്ക്ക് വിറ്റഴിക്കുക, പ്രാദേശിക തൊഴിൽ ശൈലികളും കൃഷിരീതികളും സഞ്ചാരികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന കരകൗശല വസ്തുക്കൾ യാത്രയുടെ ബാക്കിപത്രമായി ശേഖരിക്കാൻ സഞ്ചാരികൾക്ക് അവസരമുണ്ടാക്കുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി കുമരകത്ത് നടപ്പിലാക്കുന്നത് കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പും കുമരകം പഞ്ചായത്തും ഒരുമിച്ച് ചേർന്നാണ്. ഇതിനായി കുമരകം വിനോദസഞ്ചാര കേന്ദ്ര തലത്തിൽ ഒരു ഉത്തരവാദിത്ത ടൂറിസം സമിതിയും ഒരു ഉത്തരവാദിത്ത ടൂറിസം സെല്ലും രൂപീകരിച്ചിട്ടുണ്ട്. പദ്ധതി നടത്തിപ്പിന് സംസ്ഥാന തലത്തിൽ മാതൃകാ ഏജൻസിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന ജിറ്റ് പാക്ക് പ്രാദേശികമായി ഒരു സാങ്കേതിക സഹായ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കുമരകം പഞ്ചായത്തുമായി ഒത്തുചേർന്നാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉയർന്നുവന്ന ഒരു പ്രധാന വിഷയം ഇടത്തട്ടുകാരൻ്റെ ചൂഷണങ്ങളിൽ നിന്ന് എങ്ങനെ കർഷകനെ സംരക്ഷിക്കാമെന്നും എങ്ങനെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കാം എന്നതുമായിരുന്നു. ടൂറിസം സംരംഭകരും പ്രാദേശിക കർഷകരും തമ്മിലുള്ള വിനിമയങ്ങൾ ഫലപ്രദമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉതകുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നതും ഒരു പ്രധാന ആവശ്യമായി ഉയർന്നുവന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി സമൃദ്ധി എന്ന ചെറു വ്യവസായ സംരംഭം രൂപീകരിക്കപ്പെട്ടു. കുമരകം പഞ്ചായത്തും ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തകരും ചേർന്ന് 6 വനിതാ സംരംഭകരെയും 2 പുരുഷ സംരംഭകരെയും സമൃദ്ധിയുടെ രൂപീകരണത്തിനും പ്രവർത്തനത്തിനുമായി തിരഞ്ഞെടുത്തു. പ്രാദേശിക ഉൽപ്പാദകരുടെ ഉൽപ്പന്നങ്ങൾ ടൂറിസം സംരംഭകർ വാങ്ങുന്നില്ല എന്നൊരു പരാതി കുമരകത്തുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് വിശദവും സമഗ്രവുമായ ഒരു പഠനം നടത്തുകയായിരുന്നു ആദ്യ പരിപാടി. തങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വേണ്ട അളവിൽ വേണ്ട സമയത്ത് കിട്ടുമെന്നുറപ്പുവരാത്തിടത്തോളം കാലം പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുവാൻ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കുമാവില്ല എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. കാർഷിക ഉൽപ്പാദനത്തിലെ സ്ഥിരതയില്ലായ്മ, ചില പ്രത്യേക സീസണുകളിൽ ചില പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ അമിത ലഭ്യത ഇവയൊക്കെയായിരുന്നു കുമരകത്തെ ഹോട്ടലുകളും റിസോർട്ടുകളും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ. ചില സമയങ്ങളിൽ ചില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കുമിഞ്ഞുകൂടുന്നത് കർഷകന്റെ നട്ടെല്ലൊടിച്ചു. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം സെൽ ഒരു കാർഷിക കലണ്ടർ തയ്യാറാക്കി. കുമരകത്തെ ഹോട്ടലുകളുടെ പ്രതിമാസ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഇവ തയ്യാറാക്കിയത്. ഓരോ സമയത്തും വേണ്ടിവരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ കണക്കും അവ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട സമയവും കണക്കിലെടുത്ത് ഓരോ കർഷകനും ഓരോ ഉൽപ്പന്നവും എത്ര വീതം ഏത് സമയത്ത് കൃഷി ചെയ്യണം എന്ന നിർദ്ദേശം കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ നൽകി. ഉദാഹരണത്തിന് 4 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു പച്ചക്കറി ഉൽപ്പന്നം 100 കിലോ നവംബർ മാസത്തിൽ ഒരു ഹോട്ടലിന് ആവശ്യമുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ അതിൻ്റെ കൃഷി ആരംഭിക്കുന്നു. ഇതുമൂലം പ്രസ്തുത പച്ചക്കറി നവംബർ മാസത്തിലുടനീളം ആവശ്യമായ അളവിൽ ഹോട്ടലിന് ലഭ്യമാവും എന്നുറപ്പാവുന്നു. ഇതിനു പുറമെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില അവലോകനം ചെയ്യുന്നതിനും പ്രതിമാസ വില നിർണ്ണയിക്കുന്നതിനുമായി ഒരു സമിതി രൂപീകരിച്ചു. കുമരകത്തെ പഞ്ചായത്ത് അംഗങ്ങൾ, ഉത്തരവാദിത്ത ടൂറിസം സെൽ, ഹോട്ടലുകൾ, സ്ത്രീ ശാക്തീകരണ പരിപാടിയായ കുടുംബശ്രീ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ഇവയുടെയൊക്കെ പ്രതിനിധികളാണ് സമിതിയിലെ അംഗങ്ങൾ. വിറ്റുവരവിൻ്റെ ഒരു ചെറിയ ശതമാനം കർഷകരെയും ടൂറിസം സംരംഭകരെയും കൂട്ടിയിണക്കുന്ന സമൃദ്ധി എന്ന ചെറു വ്യവസായ സംരംഭത്തിന് നൽകുന്നു. വിൽപ്പന വിലയുടെ മുഖ്യ ഭാഗവും ഉൽപ്പാദകർക്ക് തന്നെ ലഭിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് ഏറ്റവും കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുകയാണ് സമൃദ്ധിയുടെ ലക്ഷ്യം. ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ
പ്രാദേശിക കർഷകരെ ബാധിക്കുവാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു ചെറിയ കൃഷിക്കാരനിൽ നിന്നും 2-3 വാഴയിലയോ ഒരു പപ്പായയോ കുറച്ച് മുരിങ്ങയ്ക്കയോ ഉണ്ടെങ്കിൽ അവ ശേഖരിക്കാം. ഇപ്രകാരം പലരിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ ഒരുമിച്ചാണ് ഹോട്ടലുകൾക്ക് നൽകുന്നത്. അതിനാൽ 100 ചതുരശ്ര മീറ്റർ ഭൂമി മാത്രം കൈവശമുള്ള ഒരു കുടുംബത്തിന് പോലും ഉൽപ്പാദനക്കുറവിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ 1000 രൂപയെങ്കിലും പ്രതിമാസം സമ്പാദിക്കുവാൻ കഴിയും. ഭൂമിയില്ലാത്തവർക്കാവട്ടെ കൃഷി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുവാൻ പറ്റും. കുടുംബശ്രീ യൂണിറ്റുകളും മറ്റും ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുന്നു. കുമരകത്തെ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും ആവശ്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കുമരകത്തു നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം പരിപാടികളിലൂടെ നിലനിർത്താവുന്ന ഒരു വികസന മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നത് കുമരകത്തെ കാർഷിക പരിപാടികൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുമരകത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് തദ്ദേശീയരായ കലാകാരന്മാർ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ വിപണനം ചെയ്യുന്നതിനുള്ള പരിപാടിയും നടപ്പിലായിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം സെൽ ആണ് ഇതിനും മുൻകൈയെടുത്തത്. സ്ഥലത്തെ കർഷകർക്കിടയിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും അതിനുവേണ്ട കൃഷി വിജ്ഞാനം പകർന്നു നൽകുവാനും ഉത്തരവാദിത്ത ടൂറിസം സെൽ ശ്രമിക്കുന്നു. ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയും സുഖസൗകര്യങ്ങൾക്ക് പുറത്തുള്ള ലോകത്തെ അറിയണമെന്നും
ആസ്വദിക്കണമെന്നും സഞ്ചാരികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉത്തരവാദിത്ത ടൂറിസം അതിനും വഴിയൊരുക്കുന്നു. സഞ്ചാരികളും പ്രാദേശികവാസികളുമായുള്ള സാംസ്കാരിക വിനിമയത്തിനൊപ്പം തന്നെ തദ്ദേശവാസികൾക്ക് ചെറിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പുവരുത്താനും ശ്രമിക്കുന്നുണ്ട്. കുമരകത്തെ തദ്ദേശ കൃഷിരീതികൾ കണ്ടു മനസ്സിലാക്കാൻ ഉതകുന്ന പ്രാദേശിക യാത്രാ പരിപാടികൾ ഇതിനുദാഹരണമാണ്. കൃഷിക്ക് പുറമെ കുമരകത്ത് നടപ്പിലുള്ള മറ്റ് തൊഴിൽ രീതികൾ മനസ്സിലാക്കുവാൻ സഞ്ചാരികൾക്ക് അവസരമുണ്ടാക്കുന്നു. ഇതിനായി സൈക്കിൾ ടൂറുകളും കാൽനട യാത്രകളും സംഘടിപ്പിക്കുന്നു. കേരളീയ ഗ്രാമജീവിതത്തിന്റെ വിവിധ വശങ്ങൾ സഞ്ചാരികൾക്ക് പകർന്നു കൊടുക്കുവാൻ ഇത് സഹായിക്കുന്നു. ഓരോ നാടിനും അതിൻ്റേതു മാത്രമായ തൊഴിൽ രീതികളുണ്ട്. കുമരകത്ത് കരിമീൻ പിടിക്കാനായി ചെയ്യുന്ന വെള്ളവീശൽ ഇത്തരത്തിലൊരു വിദ്യയാണ്. കുരുത്തോലകൾ കയറിൽ കോർത്ത് ജലോപരിതലത്തിൽ വിതറുന്നു. ഇവ കണ്ട് ശത്രുക്കളാണെന്ന് പേടിച്ച് കരിമീനുകൾ ചേറിൽ ഒളിക്കുമ്പോൾ ചേറിൽ നിന്നും കുമിളകൾ ജലോപരിതലത്തിലേക്ക് ഉയരുന്നു. ഈ കുമിളകൾ വരുന്ന സ്ഥലത്ത് മുങ്ങിത്തപ്പി കരിമീനുകളെ പിടിച്ചെടുക്കുന്നു. ഇത്തരം നാടൻ വിദ്യകൾ സഞ്ചാരികൾക്കു വേണ്ടി അരങ്ങേറാറുണ്ട്. പ്രാദേശിക കലാരൂപങ്ങളെ സഞ്ചാരികൾക്ക് മുന്നിലെത്തിക്കുവാനും ഉത്തരവാദിത്ത ടൂറിസം സഹായിക്കുന്നുണ്ട്. ഇത്തരം പരിപാടികൾ സഞ്ചാരികൾക്ക് നമ്മുടെ സാംസ്കാരിക തനിമ പകർന്നു നൽകുന്നതോടൊപ്പം തന്നെ പ്രാദേശിക കലാകാരന്മാർക്ക് മാന്യമായ വരുമാനവും നേടിക്കൊടുക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിൽ അവിടുത്തെ പരിസ്ഥിതിക്ക് വലിയൊരു പങ്കുണ്ട്. ജൈവ കൃഷിരീതികൾ, മാലിന്യ സംസ്കരണവും പുനരുപയോഗവും, ജൈവ വൈവിധ്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം ഇവയൊക്കെ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ അവശ്യ ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങളുടെ കാര്യത്തിൽ വേണ്ട പ്രചാരം നൽകുവാൻ കേരള ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നു. പ്രാദേശിക വികസനത്തിന് യോജ്യമായ തരത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പരിപാടികളുടെ ആവിഷ്കരണവും നടപ്പാക്കലുമാണ് കുമരകത്ത് നടക്കുന്നത്. ഇത് വിജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു.
ഭാവിയിൽ ഇത് ഈ പ്രദേശത്തിൻ്റെ സമ്പൂർണ്ണ വികസനത്തിനുള്ള മാതൃകയാവും എന്നതിൽ സംശയമില്ല. കുമരകത്തിൻ്റെ വിജയഗാഥ അധികം താമസിയാതെ തന്നെ കേരളത്തിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല.